പ്രേക്ഷകർക്ക് പട്ടായയുടെ 11ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. കോറൽ ഐലൻഡിലെ അതിമനോഹരമായ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പട്ടായ സിറ്റിയിലേക്ക് തിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഈ മനോഹരമായ ദ്വീപ് കാണുകയും ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരുവാനും എനിക്ക് സാധിച്ചു. ഇനി ഒരിക്കലും ജീവിതത്തിൽ ഈ ദ്വീപിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ഹൃദയത്തിൽ ഒപ്പിയെടുത്ത് ക്യാമറയിൽ പകർത്തി ഈ ദ്വീപിനോട് വിട പറയുകയാണ്. ഇനി നേരെ പട്ടായ സിറ്റിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. കടലിന്റെ തിരമാലകൾക്ക് മേലെ ഓർമ്മകളിൽ ഈ ദ്വീപിനെ കുറിച്ചും ഇവിടുത്തെ ഓർമ്മകളുമായി അങ്ങനെ പതിയെ പതിയെ ഞങ്ങൾ പട്ടായ സിറ്റിയിലേക്ക് ലക്ഷ്യമാക്കി പോവുകയാണ്. തിരിച്ചു വന്നപ്പോൾ ബോട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചു. എന്തുകൊണ്ടെന്നാൽ തായ്ലൻഡ് കടലിന്റെ മനോഹരമായ തിരമാലകളും കാഴ്ചകളും കാണുന്നതിന് വേണ്ടി. അതിമനോഹരമായ കടലിലൂടെ തിരമാലകൾ അങ്ങനെ ചിരിച്ച് ഉല്ലസിച്ച് ഞങ്ങളെ തലോടി വിടുകയാണ്. നിങ്ങൾ ഞങ്ങളെ വിട്ടു പോവുകയാണോ എന്ന് ചോദിച്ചതുകൊണ്ട്. അത്ര മനോഹരമാണ് കടലിനുള്ളിലെ കാഴ്ചകൾ. തിരമാലകൾക്ക് മേലെയൂടെ ഞങ്ങൾ തെന്നി 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 ഞങ്ങളുടെ ബോട്ടിൽ അങ്ങനെ നീങ്ങുകയാണ്. കടലിന്റെ അതേ കളറിൽ തന്നെ ആകാശവും തെളിഞ്ഞു നിൽക്കുകയാണ്. കടലിന്റെ കളറാണോ ആകാശത്തിന്, അതെയോ ആകാശത്തിന്റെ കളറാണോ കടലിന് എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങകലെ പട്ടായ സിറ്റി കണ്ടു തുടങ്ങി. കടലിന്റെ തീരത്തുള്ള ബഹുനില കെട്ടിടങ്ങൾ പട്ടായ സിറ്റിക്ക് ഒരു അഴക് തന്നെയാണ്. അതിമനോഹരമായ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, അതിനെ നോക്കിക്കൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് തിരമാലകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഞങ്ങൾ പട്ടായ സിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ടൂർ പാക്കേജിൽ ഞങ്ങൾക്ക് ഫുഡും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് പട്ടായ പോർട്ടിൽ ഇറങ്ങിയാൽ ആദ്യമേ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോകുന്നത്.
അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ വാഹനം അവിടെ അറേഞ്ചായി നിർത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ കപ്പിത്താൻ. ഉള്ളിലുള്ളത് മറ്റു ടൂറിസ്റ്റുകൾ. ഇവരുടെ നേരെയും ക്യാമറ കണ്ണൊന്ന് ചലിപ്പിച്ചതാണ്. സമുദ്രത്തിലൂടെ ഞങ്ങളെ സുരക്ഷിതമായി കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത കപ്പിത്താന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്ത് താങ്ക്സ് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നു. ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇവിടെയാണ് ഞങ്ങൾക്ക് ഫുഡ് അറേഞ്ച് ആക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഫുഡും കഴിച്ച് നേരെ ഞങ്ങൾ റൂമിലേക്ക് പോകുന്നു. കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്ന് രാത്രി പട്ടായയുടെ നൈറ്റ് കാഴ്ചകളിൽ കൂടെ ഒത്തുകൂടെ ഞങ്ങളൊന്ന് പോവുകയാണ്. അടുത്തതായി ഞങ്ങൾ പോകുന്നത് അൽക്കാസർ ഷോ കാണാനാണ്. ഇന്ന് തായ്ലൻഡിലെ ഏറ്റവും മികച്ച ട്രാൻസ്വെസ്റ്റേറ്റ് ക്യാബറെ ഷോ എന്ന ഖ്യാതിയോടെ അൽക്കാസർ ആഗോളതലത്തിൽ പ്രശസ്തി അറിയിച്ച ഡാൻസ് പ്രോഗ്രാമാണ്. അത് കാണുന്നതിന് വേണ്ടി ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ ഷോ കാണുന്നതിന് വേണ്ടി, അൽക്കാസർ ഷോ എന്താണെന്ന് കാണുന്നതിന് വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1000-ലധികം സീറ്റുകളുള്ള അത്യാധുനിക ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റങ്ങളുള്ള അത്യാധുനിക വാസ്തുവിദ്യ തിയേറ്ററാണ് ഈ ഷോ നടക്കുന്നത്. അങ്ങോട്ടുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. ഇതൊരു ടുക് ടുക് വാഹനത്തിൽ സഞ്ചാരികൾ പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിന്റെ സൈഡിലെല്ലാം നിരവധി മസാജ് സെന്ററുകളുണ്ട്. അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പട്ടായ സിറ്റിയിലൂടെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് അൽക്കാസർ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അൽക്കാസർ ഷോ നടക്കുന്ന തിയേറ്ററിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് ഉള്ളതിനാൽ ഞങ്ങൾ ടിക്കറ്റ് കൊടുത്ത് തിയേറ്ററിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ തിയേറ്ററിലെ വർണ്ണമനോഹര സ്റ്റേജ് ഷോയുമായി അടുത്ത എപ്പിസോഡ് വരുന്നു. ഉടൻ പ്രതീക്ഷിക്കുക. നന്ദി, നമസ്കാരം.